ഇനി നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു അതൊക്കെ ഇട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം നമ്മൾ രണ്ട് സവാള കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യുക. അത് കുറച്ച് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഗരം മസാലയും അതും ആഡ് ചെയ്യുക. പിന്നെ ഇതിന് അരക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകവും തേങ്ങയും അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക്. ഇപ്പോൾ നമ്മൾ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നത് നമ്മളെ പറമ്പിൽ തന്നെ ഉള്ള എല്ലാവർക്കും അറിയുന്നതാണ് ചേമ്പ് താള് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ തണ്ട് അതെടുത്തിട്ട് ഒരു ചെറിയൊരു തോരൻ പോലെ തന്നെ ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. അത് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചതിട്ടിട്ട് വറുത്തിട്ട് നമ്മൾ വറുവഞ്ഞ കടുകും വെളുത്തുള്ളിയും നമ്മുടെ ക്രഷ്ഡ് ചില്ലിയില്ലേ അതൊക്കെ. പിന്നെ വേറെ നമ്മുടെ പറമ്പിലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചതുരപ്പയർ അല്ലെങ്കിൽ അമര, അത് നമ്മൾ നാട്ടിൽ പറയുന്നതാണ് ചതുരപ്പയർ. അതിൻ്റെ ഇല കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയതാണ്. അതും ചെറിയതായി കട്ട് ചെയ്ത് നമ്മുടെ ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും ഇട്ട്, മഞ്ഞൾ വേണ്ട കേട്ടോ, ഉപ്പ് മാത്രം, ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും ചേർക്കുക. നമ്മൾ സാധാരണ ക്രഷ്ഡ് ചില്ലി വെളുത്തുള്ളിയും കൂടെ താളിച്ച് വയ്ക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറമ്പിലത്തെ തന്നെ സാധനങ്ങൾ കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ 2 തോരനാണ് കേട്ടോ.